കളങ്കാവൽ എന്ന സിനിമയുടെ റിലീസിന് മുന്നോടിയായിട്ട് ഈ സിനിമ സയനൈഡ് മോഹൻ എന്ന കുപ്രസിദ്ധ കുറ്റവാളിയെക്കുറിച്ചാണോ എന്ന ചർച്ചകൾ പല സ്ഥലത്തും ഉണ്ടായിരുന്നു. പടത്തിന്റെ ടീസർ പുറത്തു വന്നതിന് ശേഷം എനിക്കൊക്കെ യൂട്യൂബ് വീഡിയോ സജഷനുകളായിട്ട് സയനൈഡ് മോഹനെ കുറിച്ചുള്ള വീഡിയോകൾ കാണാൻ പറ്റിയിരുന്നു. അതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു ഈ പടത്തിന്റെ ട്രെയിലർ ഇറക്കിയപ്പോൾ വല്ലാത്തൊരു കഥ എന്ന പരിപാടിയുടെ ഒരു ഇൻട്രോ അവർ ഉപയോഗിച്ചത്. പബ്ലിക് ഡൊമൈനിൽ എല്ലാവർക്കും അറിയുന്ന ഒരു കഥ സിനിമയായിട്ട് അവതരിപ്പിക്കുമ്പോൾ രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നെങ്കിൽ പ്രേക്ഷകർ പ്രതീക്ഷിക്കാത്ത ഒരു കഥാപാത്രത്തിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് കഥ പറയാം, അല്ലെങ്കിൽ ആ ഒരു കഥയിൽ ഒരു വാട്ട് ഇഫ് ഇമാജിനേഷൻ ഉപയോഗിച്ച് അയാൾ ഇങ്ങനെ ആയിരുന്നെങ്കിൽ കഥ എങ്ങനെ പോകുമായിരുന്നു എന്നൊരു ഫിക്ഷൻ പരിപാടി പിടിക്കാം. ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്തിട്ടുള്ള കളങ്കാവൽ ഇതിൽ രണ്ടാമത്തെ മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. മമ്മൂട്ടിയുടെയും വിനായകന്റെയും ഗംഭീര പെർഫോമൻസുകളുടെ സഹായത്തോടെ തൃപ്തികരമെന്ന് പറയാവുന്ന ലെവലിലുള്ള ഒരു ത്രില്ലർ ഒരുക്കാൻ ജിതിന് സാധിക്കുന്നുണ്ട്. 2000ന്റെ തുടക്ക കാലഘട്ടത്തിലാണ് പടം നടക്കുന്നത്. തെക്കൻ കേരളത്തിലെ കേരള തമിഴ്നാട് അതിർത്തിയിലുള്ള ഒരു സ്ഥലത്തെ ഒരു വർഗീയ പ്രശ്നം എന്താണ് എന്ന് മനസ്സിലാക്കാൻ ജയകൃഷ്ണൻ എന്ന ഉദ്യോഗസ്ഥനെ അധികാരികൾ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. പ്രശ്നത്തിന്റെ മൂലകാരണം തേടിപ്പോകുന്ന ജയകൃഷ്ണന് മനസ്സിലാകും ഒരു പെൺകുട്ടി ഒളിച്ചോടിപ്പോയത് സംബന്ധിച്ചിട്ടുള്ള ചില തെറ്റിദ്ധാരണകളാണ് പ്രശ്നങ്ങൾക്ക് അടിസ്ഥാനമെന്ന്. എന്നാൽ അന്വേഷണം മുന്നോട്ട് പോകുന്തോറും ഇതുപോലെ ഒളിച്ചോടിപ്പോയ ഒരുപാട് സ്ത്രീകളിലേക്ക് അന്വേഷണം ചെന്നെത്തും. ഈ സ്ത്രീകൾക്ക് സംഭവിച്ചത് എന്താണ് എന്ന് അറിയാനുള്ളൊരു ശ്രമമാണ് ഈ സിനിമയിൽ നമ്മൾ കാണുന്നത്. ദുൽഖർ സൽമാൻ നായകനായ കുറുപ്പ് എന്ന സിനിമയുടെ കഥ രചിച്ചിട്ടുള്ളത് ഈ സിനിമയുടെ സംവിധായകനായിട്ടുള്ള ജിതിൻ കെ ജോസ് ആണ്. നമുക്കറിയാവുന്നതുപോലെ യഥാർത്ഥ കുറുപ്പിനെ ഒരു ഗ്യാങ്സ്റ്റർ ഡോൺ അലക്സാണ്ടർ എന്നൊക്കെ ആക്കി ഗ്ലോറിഫൈ ചെയ്തൊരു സിനിമയാണ് കുറുപ്പ്. കുറുപ്പിനെ അങ്ങനെ റീഇമാജിൻ ചെയ്തതുപോലെ സയനൈഡ് മോഹനെ വേറൊരു രീതിയിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു സിനിമയാണ് കളങ്കാവൽ. മോഹൻ കൊലപാതകം ചെയ്തിരുന്ന രീതിയും അതിൽ അയാൾ ഉപയോഗിച്ചിരുന്ന ചില പാറ്റേണുകളും എല്ലാം യഥാർത്ഥ കഥയിൽ നിന്ന് ജിതിൻ കെ ജോസും ജിഷ്ണു ശ്രീകുമാറും ഈ കഥയിൽ ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ പടത്തിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ട്വിസ്റ്റ് കാരണം ഈ എലമെന്റുകളെ വേറെ ഒരു രീതിയിൽ കഥയിലേക്ക് ഉൾക്കൊള്ളിക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ട്. യഥാർത്ഥ കേസിലെ കൊലപാതകങ്ങളുടെ എണ്ണം നമ്മളെ ഞെട്ടിക്കുന്നുണ്ടെങ്കിലും അതിലെ അന്വേഷണത്തിന്റെ ഭാഗം അത്രയ്ക്ക് ഉദ്വേഗം സൃഷ്ടിക്കാൻ പാകത്തിന് കോംപ്ലിക്കേറ്റഡ് ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ സിനിമയിലേക്ക് വരുമ്പോൾ ആ ഒരു ഭാഗത്തെ കുറച്ചുകൂടെ നമ്മളെ പിടിച്ചിരുത്തുന്ന രീതിയിലാക്കാനാണ് എഴുത്തിലൂടെ ഇവർ ശ്രമിക്കുന്നത്. ഒരു വുമണൈസർ കഥാപാത്രമായിട്ട് മമ്മൂട്ടിയെ കാസ്റ്റ് ചെയ്യുന്നു എന്നത് തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ USP. ആ പെർഫോമൻസിന്റെ ഒരു സിഗ്നേച്ചർ എലമെന്റ് ആയിട്ട് എനിക്ക് തോന്നിയത് സ്മൂത്ത്നെസ് ആണ്. ഒരു ഘട്ടത്തിൽ താൻ ഇരയാക്കാൻ പോകുന്ന സ്ത്രീയെ നോക്കി ആ കഥാപാത്രം ചിരിക്കുന്നുണ്ട്. ആ ചിരി ഒരു കൊലച്ചിരിയായിട്ട് മാറുന്നത് വെറും സെക്കൻഡുകൾ കൊണ്ട് വളരെ സ്മൂത്തായിട്ടാണ്. കഥാപാത്രത്തിന്റെ ഇത്തരത്തിലുള്ള ട്രാൻസിഷൻ വളരെ അനായാസമായിട്ട് അദ്ദേഹം ചെയ്യുന്ന ഒന്നിലധികം സ്ഥലങ്ങൾ ഈ പടത്തിലുണ്ട്. വിനായകനിലേക്ക് വരുമ്പോൾ പെർഫോമൻസിൽ ഒരു നല്ല റിസ്ട്രെയിൻ അദ്ദേഹം കൊണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ കഥാപാത്രം വളരെയധികം റിയൽ ആയിട്ട് നമുക്ക് തോന്നും. ഒട്ടും എക്സാജറേറ്റ് ചെയ്ത് റിയാക്ട് ചെയ്യാത്ത വളരെ കമ്പോസ്ഡ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് വിനായകനിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. ജിബിൻ ഗോപിനാഥ് വിനായകൻ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ സന്തത സഹചാരിയായിട്ട് വരുന്നുണ്ടെങ്കിലും അതത്ര ഡിമാൻഡിംഗ് ആയിട്ടുള്ള ഒരു റോളൊന്നുമല്ല. ഏറെക്കാലത്തിന് ശേഷം ബിജു പപ്പനെ സമാധാനത്തോടെ സംസാരിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിട്ട് കാണാൻ പറ്റിയത് വലിയ സന്തോഷമായിരുന്നു. ശ്രുതി രാമേന്ദ്രൻ, രജിഷ വിജയൻ, ധന്യ അനന്യ, ഗായത്രി അരുൺ എന്നിങ്ങനെ ഒന്നോ രണ്ടോ സീനിൽ നിർണായകമായ റോളുകൾ ചെയ്യുന്ന നടിമാർ ഒരുപാട് ഈ സിനിമയിലുണ്ട്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ വാട്ട് ഇഫ് എന്ന രീതിയിൽ അവർ റീഇമാജിൻ ചെയ്യുന്ന ഒരു എലമെന്റിലാണ് ഈ പടത്തിന്റെ കമേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു സംഗതി കിടക്കുന്നത്. ശരിക്കും നടന്ന കഥയെ കുറച്ച് സ്റ്റൈലൈസ് ചെയ്ത് ഡോക്യുമെന്റ് ചെയ്യുക മാത്രമാകും ഈ പടം ചെയ്യുക എന്ന് വിചാരിക്കുന്ന സ്ഥലത്ത് അവർ കാര്യങ്ങളൊന്ന് കൊഴുപ്പിക്കാൻ തീരുമാനിക്കും. ടീസറിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള റൗണ്ട് പഫ് കഥയിൽ ഉപയോഗിച്ചിട്ടുള്ളത് സ്വാഗറിന് വേണ്ടി മാത്രമല്ല. രണ്ടാം പകുതിയിൽ നടക്കുന്ന പല കാര്യങ്ങളും കുറെ അധികം ഫിക്ഷണലാണ്. പ്രതിനായകന് സ്വന്തം അടവുകൾ അപ്ഡേറ്റ് ചെയ്യേണ്ടി വരുന്ന ആ ഒരു ഭാഗത്താണ് എൻ്റെ അഭിപ്രായത്തിൽ ത്രില്ലർ എനർജി ഒന്ന് ഡ്രോപ്പ് ആകുന്നത്. ക്ലൈമാക്സിൽ സംഭവിക്കുന്ന കോൺഫ്രണ്ടേഷൻ കമേഴ്ഷ്യലി എക്സൈറ്റിംഗ് ആണെങ്കിലും അതിലേക്കുള്ള ബിൽഡപ്പ് കുറച്ചധികം സിനിമാറ്റിക് ആയിട്ട് പോയതുപോലെ തോന്നി. ബാക്കി ഭാഗങ്ങളിലെ ഒരു റിയലിസം ചെറുതായിട്ട് അവിടെ മിസ്സായി. പടത്തിന്റെ ടീസറിലൊക്കെ കേട്ടിട്ടുള്ള തീം മ്യൂസിക് സുപ്രധാനമായ പല സീനുകളിലും ആ ഒരു നെഗറ്റീവ് എനർജി നിലനിർത്താൻ ഉപയോഗിക്കുന്നുണ്ട്. ക്ലൈമാക്സിലെ ഫൈറ്റ് ഒന്നുകൂടെ മെച്ചപ്പെടുത്താമായിരുന്നു എന്ന് തോന്നി. നിർണായകമായ സീനാണ്, പക്ഷെ പല സ്ഥലത്തും അടി കിട്ടാൻ വേണ്ടി അഭിനേതാക്കൾ കാത്തു നിൽക്കുന്നത് പോലെ ഒരു ഫീല് കട്ടുകൾ അത്ര ഷാർപ്പ് അല്ലാത്തത് കൊണ്ട് തോന്നി. മമ്മൂട്ടിയുമായും വിനായകനുമായും നമ്മൾ അസോസിയേറ്റ് ചെയ്യാത്ത തരം കഥാപാത്രങ്ങൾ അവർ ചെയ്യുന്നു എന്നത് തന്നെയാണ് കളങ്കാവൽ എന്ന സിനിമ കാണുമ്പോഴുള്ള പ്രധാനപ്പെട്ട ഒരു സിനിമാറ്റിക് സന്തോഷം. വേണ്ട രീതിയിലുള്ള ഒരു കൺട്രോളോടുകൂടി വിനായകൻ തന്നെ ഏൽപ്പിച്ച കഥാപാത്രത്തെ ചെയ്തപ്പോൾ സൈക്കോപാത്ത് സ്വഭാവത്തെ തന്ത്രപൂർവ്വം ഒളിപ്പിച്ചു വെക്കേണ്ട ഈ ഒരു നെഗറ്റീവ് ക്യാരക്ടറിനെ പ്ലേ ചെയ്യുന്നതിൽ മമ്മൂട്ടി എന്ന നടൻ ആനന്ദം കണ്ടെത്തുന്നതും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഗംഭീരമായ എന്തോ ഒന്ന് ഇടവേളയിൽ പ്രോമിസ് ചെയ്തിട്ട് തൃപ്തികരമെന്ന് പറയാവുന്ന ലെവലിലുള്ള ഒരു ത്രില്ലറായി മാറുന്ന സിനിമയാണ് കളങ്കാവൽ. ഇത്രയുമായിരുന്നു ഈ സിനിമയെക്കുറിച്ചിട്ടുള്ള എൻ്റെ റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക്